സാറേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നത്. ബിനു സാറിന് അങ്ങനെ വലിയ ഭാവമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇച്ചിരി വലിയ ഭാവം കൂടുതല. അതുകൊണ്ട് കുടുംബവും കൂട്ടമൊക്കെ സ്റ്റേഷന് പുറത്ത്. മനസ്സിലായോ? ക്രൈം സീനിൽ നിന്നുള്ള എവിഡൻസ് ഒക്കെ തൊണ്ടിറൂമിൽ വെച്ചിട്ടുണ്ട്. സാറ് കണ്ടിട്ട് കോടതിയോട്ട് അയക്കാമെന്ന് വെച്ചു. സാറേ, അത് ലോക്കാ. സൈബറുകാരെ അറിയിച്ചിട്ടുണ്ട്. ഡെഡ് ബോഡി ആദ്യം കണ്ട തമിഴത്തിയെ കിട്ടിയോ? അത് സാർ, ഇൻഫർമേഷൻ കിട്ടിയുടനെ പോലീസ് പാർട്ടി അവളുടെ വീട്ടിലെത്തിയതാണ്. പക്ഷെ നമ്മൾ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവൾ മുങ്ങി. എന്നിട്ട് സാർ, തമിഴത്തി അവളെ കാലത്തെ 8 മണിക്ക് സേലത്തേക്കുള്ള ബസ്സെ കയറ്റിവിട്ടെന്നാ അവളുടെ അയലോകത്ത് താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയത്. അപ്പം തന്നെ വടക്കോട്ടുള്ള എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ മെസ്സേജ് പാസ് ചെയ്തു. അവളുടെ നാട്ടിൽ അന്വേഷിച്ചോ? അവിടെ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവള് വീട്ടുകാരായിട്ട് അത്ര രസത്തിലല്ലെന്നാണ് കേട്ടത്. ഈ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകാരുടെയും അവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷക്കാരുടെയും വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് അവളുടെ ഫോട്ടോ ഒന്ന് ലീക്ക് ചെയ്ത് കൊടുക്കുക. സാർ, ഒഫീഷ്യലായിട്ട് വേണ്ട, വേറെ ആരെങ്കിലും ചെയ്യുന്ന പോലെ മതി. അത് ഞാൻ ഏറ്റു സാർ. നമുക്കവളെ വൈറലാക്കാം സാർ. അങ്കമാലി മുതൽ എറണാകുളം KSRTC വരെ എത്ര CCTV ക്യാമറയുണ്ട്? 10-30 കാണും. 10-30? 30-ൽ കൂടുതൽ കാണും സാർ. എങ്കിൽ താനൊരു കാര്യം ചെയ്യും സാർ. നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് കിട്ടും സാർ. അവിടെ സകല CC ക്യാമറയുടെയും ബാക്കപ്പ് ഫയൽ ഉണ്ടാവും. ഈ തമിഴത്തി ബസ് കയറി അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല മൂവ്മെൻറ്റ്സും ആ ഏരിയയിൽ റെക്കോർഡാക്കി കൊണ്ടുപോകാം സാർ. ഡീറ്റെയിൽ ആയിട്ട്. മരിച്ചതൊരു പോലീസുകാരനായതുകൊണ്ട് അന്വേഷണം അവിടെ നിന്ന് തുടങ്ങും. താനൊരു കാര്യം ചെയ്യും, അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാവരോടും വരാൻ പറ. ശരി സാർ. വരൂ. ഈ മരിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടും, അല്ലേടോ? സാർ, നമ്മുടെ പേരെന്ത്? സുജ എസ്. കേട്ടില്ല സർ. സുജ എസ്. സുജ എസ്. സംഭവ ദിവസം സുജ എസ് ഏത് ഡ്യൂട്ടിയിലായിരുന്നു? സർ, നൈറ്റായിരുന്നു. അപ്പോൾ താനാണ് ബിനു അലക്സിനെ അവസാനമായി കണ്ടത്? അല്ല സർ, ഞാനല്ല. എന്ന് വെച്ചാൽ താൻ കണ്ടതിന് ശേഷം വേറെ ആരാ കണ്ടു? അതാരാ? എനിക്കറിയത്തില്ല സർ. സുജ കൺഫ്യൂഷനായി. സുജയല്ല അവസാനമായി കണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ വേറൊരാൾ കണ്ടിട്ടുണ്ട്. അതാരാന്നറിയോ? സർ, എനിക്കറിയത്തില്ല. പോട്ടെ.
CI ബിനു അലക്സിനെ അവസാനമായിട്ട് കണ്ടത് എത്ര മണിക്ക്? മരിച്ചുപോയ CI ബിനു അലക്സിനെ അവസാനമായി സുജ എസ് കണ്ടത് എത്ര മണിക്ക്? നീ നാടകം കളിക്കാണോ? എന്താടി CI ബിനു അലക്സും നീ തമ്മിലുള്ള ഇടപാട് പറ. ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ചില വാട്ടുകപ്പ് കിട്ടും. തലേ ദിവസം വെള്ളത്തിലിട്ടാലും വേഗാത്തത്. കടിച്ചാൽ കടിക്കുന്നതിൻ്റെ പല്ലു പോവും. ആജാതി ഞാനോ CI. മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ. അയാൾ എന്നോട് ചോദിക്കുക, കൊച്ചു ബോധം കിട്ടി വീണത് CI ബിനുസാറിന് മരണമായിട്ട് ബന്ധമുള്ളതുകൊണ്ടല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു കൂട്ടത്തിലൊരാൾ ചത്തുമരിച്ച് കിടക്കുന്നത് കണ്ടതിൻ്റെ സങ്കടം കൊണ്ടാണ്. 3-4 ദിവസമായിട്ട് കൊച്ചിന് പനിയുണ്ടായിരുന്നോട് പറഞ്ഞപ്പോഴാണ് അയാളൊന്ന് ഇറങ്ങിയത്. ഞാനന്ന് ഇറങ്ങിയേക്കാം. എന്തായാലും കൊച്ചൊന്ന് സൂക്ഷിച്ചേരെ. നല്ല പനിയാ, ചൂടുണ്ട്. ഡോക്ടർ വരും. സാറ് കണ്ടോളൂ സാർ. സാർ വഴി പ്ലീസ്. സാർ താങ്ക് യു സാർ. എന്തിനു കൊന്നു? അതാണ് നമ്മൾ പോലീസുകാർക്ക് അറിയേണ്ടത്, അല്ലേ? കൂട്ടത്തിലൊരാൾ മരിച്ചാൽ ആർക്കായാലും വേദനിക്കും. സുജായസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. ഈ ട്രാഫിക്കിൽ 3 വർഷം തികയുന്നതിന് മുമ്പ് സ്റ്റേഷൻ ഡ്യൂട്ടി വാങ്ങി തന്നത് ബിനു അലക്സാ, അല്ലേ? അന്ന് രാത്രി ബിനു അലക്സിനെ കാണാൻ ആരോ വന്നിരുന്നു സ്പെഷ്യലായിട്ട്. അതാരാ? സർ, അങ്ങനെ ആരും. അതും പോട്ടെ. അന്ന് ബിനു അലക്സ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ തുടങ്ങിയ സാറേ, അത് എടോ സുജായസെ, ഞാൻ എവറസ്റ്റ് കൊടുമുടിയുടെ ഹൈറ്റ് എത്രയെന്നല്ല തന്നോട് ചോദിച്ചത്. തൻ്റെ ഡ്യൂട്ടി സമയത്ത് സിമ്പിൾ കാര്യങ്ങളാണ്. താൻ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാറുണ്ടോ? ഇല്ല സാറേ. നിക്കടിയാണ്. என் பேரு வளர்மதி. எங்க ஊரு சேலம், കാവേരി ആസ്പത്രി പക്കം. സേലത്താ? പിന്നെ നീ എന്തിനാണ് സേലം ബസ്സിൽ ഒരു അങ്കമാലിക്ക് പറഞ്ഞേ? அது வந்து പറയടി. നീ ആരെ പറ്റിക്കാനാടി പറുത്തിട്ടിട്ട് 3-4 സംഘട്ടിട്ട് കിടന്ന് കറങ്ങിയത്? ஐயோ இல்ல சார், யாரையும் ஏமாத்துறதுக்காக நான் எதுவும் பண்ணல சார். பயம். ஊருக்கு போக முடியாது. பெரிய வீட்டில் வாழ்ந்தவனா லவ் மேரேஜ் பண்ணி அங்கே ரொம்ப ஜாதி கலவரம் ஆயிடுச்சு. அதுக்கப்புறம் தான் சார் உசுறு வாழறதுக்காக நான் இங்கே வந்தேன். കരയാതെ മര്യാദക്ക് നിന്റെ നാട്ടിലെ അഡ്രസ് പറയടി. കുപ്പരാജ് ഹൗസ്, രാമസ്വാമി നഗർ, സീലനായക്കംപട്ടി. எதுக்கா அந்த ஆளை கொலை பண்ண? ஐயோ, அந்த ஆளை நான் கொலை பண்ணல சார். பீனு சார் ரொம்ப நல்லவர். வேலைக்காரின் கூட பார்க்காம என்ன நல்லா பார்த்துக்கிட்டாரு. எங்களுக்குள்ள வேற மாதிரி ஒரு இது இருந்துச்சு. எந்த மாதிரி ஒரு இது? പറയടി. அது வந்து ചോദിച്ചിരുത്തരം പറയടി.
അപ്പോൾ നീയല്ല, വേറെ ആര്? அது உனக்கு தெரியாதா? சார் அது எது? என் புருஷன் தான் சார் செஞ்சிருக்கணும். அவன் கண்டிப்பாக என்னையும் கொலை பண்ணிடுவான். அதனால தான் சார் நான் தப்பிக்க பார்த்தேன். നീയും സിയയും തമ്മിലുള്ള ഇടപാട് അയാൾക്കറിയോ? நான் சிஏ சாரோட வீட்டில் ரொம்ப வசதியாக வாழ்ந்துட்டு இருந்தேன். அந்த ஆளுக்கு அது பிடிக்கல. அவன் ரொம்ப மோசமானவன். அவன் என்ன வேணாலும் பண்ணுவான். என்னையும் பினு சாரையும் கொல்றதுக்காக தான் அவன் ஜெயில இருந்தே வந்தான். இது அவனோட கத்தி. பினு சார் ரூம்ல கீழே கிடந்தது. அப்ப புரிஞ்சுக்கிட்டேன் ഇത് അവൻ தான் பண்ணிருக்கணும்னு. ഈ കാര്യം കോടതിയിൽ പറയാൻ തയ്യാറാണോ? எங்க வேணாலும் சொல்றேன் சார். യെസ്, ആള് തന്നെ. ആ മുറിയിൽ ഒരിടത്തും ടച്ച് ചെയ്യാതിരിക്കാൻ അയാൾ ബോധപൂർവം ട്രൈ ചെയ്തിട്ടുണ്ട്. അറിയാതെ വീണുപോയ ഈ അടയാളം ഒഴിച്ച്. ബട്ട് ആ വുഡ്ലാൻഡ് ഷൂ അത് ഇയാളിടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് അല്ലല്ലോ. അതെ, അയാളെ അറിയോ? ഏയ് ഇല്ല. 500 രൂപ. എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായാലും വിളിക്കാം. ശരി. പോലീസുകാരെ കുറിച്ച് താൻ എന്താണോ വിചാരിച്ചേ? എന്താടോ? ഇയാളെനിക്ക് കൈക്കൂലി എടുത്തു സാറേ. ഇല്ല സാർ. അയാൾ സന്തോഷത്തോടുകൂടി തരാണെങ്കിൽ വാങ്ങടോ. വാങ്ങടോ. അല്ല, എന്താ കേസ്? അത് പിന്നെ സാറേ, ഇയാൾ യൂബർ ഞാനൊരു വിളിച്ചു. അതിനകത്ത് 19,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചെന്ന്. ഊബറുകാരെ വിളിച്ചു വെച്ചില്ലേ? അവർക്ക് അറിയില്ലെന്നാ പറയുന്നത്. സാറേ, അവനോടൊക്കെ മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയില്ല സാറേ. പിടിച്ച് 4 പിട പടയ്ക്കണം, എന്നാലേ സത്യം പറയൂ. താൻ പറയുമ്പോൾ കയറിയടിക്കാൻ പോലീസുകാരെന്താടോ? ഗുണ്ടകളോ? എന്തായിരുന്നു മരുന്ന്? എന്തായിരുന്നടോ മരുന്ന്? വയാഗ്ര. സാറേ, അത് ഒറിജിനൽ സാധനമായിരുന്നു. അതുകൊണ്ട് അയാൾ ബാഗ് തിരിച്ചു തരാത്ത. താൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക. അല്ല, ഇത് വേണ്ടല്ലോ അല്ലേ സാർ? ഹലോ, ഐ ആം നിഖിൽ. സാറേ, നമുക്ക് മെയിനായിട്ട് റെൻ്റേക്കാറിൻ്റെ ബിസിനസ്സാണ്. പിന്നെ ഈ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. ചാവുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യേ നമുക്കൊരാറ്റം പണി തന്നിട്ടാണ് പോയത്. അന്ന് ആ പിള്ളേരെന്ന് പിടിച്ചതേ പ്യുവർ കൊക്കൈനാ. എന്നിട്ട് അത് മാറ്റിയിട്ടാണ് തൊണ്ടിയായിട്ട് എവിടുന്നോ കൊണ്ടുവന്ന കുറേ കഞ്ചാവ് കാണിച്ചത്. എന്നിട്ട് ഇമ്മളേന്ന് പിടിച്ച സാധനം ഇമ്മക്ക് തന്നെ ലോകത്തില്ലാത്ത വിലയ്ക്ക് വിൽക്കാൻ നോക്കി. ക്രൂരതയല്ലേ സാറേ ഇത്? സാറ് നോക്കണ്ട. ഉണ്ണിത്താൻ സാറ് പറഞ്ഞോണ്ടാ ഞാനൊരു ജെന്റിൽമാൻസ് ഡീലായിട്ട് ഇതിവിടെ വന്ന് സാറിനോട് തുറന്നു പറഞ്ഞത്. പോയത് പോയി. ഇനിയിപ്പോൾ അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ തട്ടാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമ്മളേ പ്യുവർ ബിസിനസ്സിൻ്റെ ആൾക്കാർ. എന്നാ ശരി സാറേ, നമ്മൾ തിരക്കണം. ഒരു കാറും അവൻ്റെ ഒരു ജെന്റിൽമാൻ ഡീല്. ഇവനൊക്കെ പിടിച്ചിട്ട് ലോകവിലായിട്ട് 2 ഇടിയിടിക്കണം. ഓ, അതായിപ്പം തനിക്കറിയേണ്ട കാര്യം ഇവിടെ വെച്ചായതുകൊണ്ട് അറിഞ്ഞു ഇല്ലേ? കോടതിയും വക്കീലും മുൻകൂർ ജാമ്യമായിട്ട് 10-15 ദിവസം അങ്ങ് പോയി കിട്ടിയത്. തന്നെ പോലുള്ള കേമം പോലീസുകാരന്മാരെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെപ്പോലുള്ള കുറച്ച് ഉണ്ണാക്കന്മാർ കാലങ്ങളായി ഈ ബാഡ് കോപ്പ് വേഷം കെട്ടിത്തോണ്ടാ ഇത്തരം കുഴപ്പക്കാരോട്ട് പോലീസിന് ഒരു പാലോടാൻ പറ്റുന്നത്. അല്ലാതെ ഓവർ പബ്ലിസിറ്റിയും മീഡിയ അറ്റൻഷനും ഒഴിവാക്കാൻ വേണ്ടിയാ ഈ കേസ് അന്വേഷിക്കുമ്പോൾ യൂണിഫോം പോലും പാടില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി താൻ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാ? മരിച്ച ബിനുവിന്റെ കൊള്ളൻ രേഖകൾ ഓരോന്നായി പുറത്തിട്ടുകൊണ്ടിരിക്കുക അല്ലേ? എടോ, ഞാൻ അയാളുടെ സുപ്പീരിയർ ഓഫീസറായിരുന്നു. ഇതെന്നെ എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? സാർ, അത് ഡിപ്പാർട്ട്മെന്റ്
താനിങ്ങനെ കാടടച്ച് വെടിവെക്കാതെ ഇമ്മീഡിയറ്റ്ലി ആ തമിഴൻ ആറൂര് പക്കണം. എടോ, അന്ന് അയാൾ അവിടെ കയറി എന്നതിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അയാളെ കൊല്ലാനുള്ള മതിയായ മോട്ടീവ് ആറൂനുണ്ട്. അയാളുടെ വൈഫ് തന്നെ കോടതിയിൽ വിറ്റ്നസ് പറയും. പിന്നെന്താ, അവനെ ചാർജ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലീനായി കേസ് ക്ലോസ് ചെയ്യണം. കേട്ടല്ലോ? ഇവിടെ എന്താ സംഭവം? സാർ, ഇത് നമ്മുടെ ബിനു സാറിന്റെ വൈഫാ, ലിൻസി മേഡം. കേസിന്റെ കാര്യം എന്തായെന്നറിയാൻ വയനാട്ടിൽ നിന്ന് വന്നതാ. എൻ്റെ റൂമിലോട്ട് തരുന്നു. ഞാൻ പറയാം. മാഡം പ്ലീസ്. ഇറങ്ങാൻ നീ പൊക്കോ. അല്ല സാറേ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ കാണണം. വിളിക്കുമ്പോൾ ഒന്നോളണം. പൊക്കോ. யாரு? പോലീസിനോടാണോ കളിക്കുന്നത്? നിർത്തണ തന്നെ നാടകം. CI ബിനു അലക്സിന്റെ റൂമിൽ നിന്ന് നിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. നിന്റെ പെണ്ണുമ്പുള്ളിക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയതാ. അതുകൊണ്ട് എന്തിനാ ഏതിനാ എങ്ങനാ എന്ന് പറഞ്ഞാൽ മതി. സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 19,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ച. തൻ്റെ ആ വയാഗ്രക്കാരൻ്റെ പരാതിയിലും ഈ പോണോത്ത് ലയൻ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് തിരിയുന്ന വളവില്ല. ആ, അത് നവംബർ 6 സാറേ, അന്ന് രാത്രി മഴയും ആകെ ഒരു ഹറിബറി ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഞാൻ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വഴി മുടക്കിയിട്ടൊരു വണ്ടി കിടക്കണ്ടായിരുന്നു. പിന്നെ എടുപിടിയുന്നൊരു യൂബർ എടുത്തിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ കിടക്കണുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ. ആ തിരക്കിനിടയിൽ ബാഗ് എടുക്കാൻ മറന്നു സാറേ. ഈ വഴിയടച്ച വണ്ടി ആരുടെ ആയിരുന്നു? അത് അറിയില്ല സാർ. ആ വഴിക്ക് ഞങ്ങളൊരു 10-12 വീട്ടുകാരാണ് ഉള്ളത്. വണ്ടി എടുക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എല്ലാ വീട്ടുകാരെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ അവിടെയെങ്കിലും വന്ന വണ്ടിയല്ല എന്ന് പറഞ്ഞു. ആ കാറിൻ്റെ നമ്പർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നോക്കിയില്ലായിരുന്നു സാർ. സാർ
പിന്നെ അതൊരു ചുമന്ന മിനി കൂപ്പറായിരുന്നു. ആ പ്രതിഭത്താനേ സർ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ട് ആ ഏരിയ ഒന്ന് നോക്കണം. ശരി. അന്ന് ആരാ മിനി കൂപ്പറിൽ വന്നതെന്ന് ട്രേസ് ചെയ്യണം. സർ ഏതെങ്കിലും വീട്ടിൽ CC ക്യാമറ ഉണ്ടാവും. അത് നോക്കിയിട്ട് ആ മിനി കൂപ്പറിൻ്റെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണം. ശരി 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 സർ. സന്ദീപേ, ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്കറിയത്തില്ല. ആകെ പിടിവിട്ട് നിൽക്കുക. അന്ന് ക്വാർട്ടേഴ്സിലുണ്ടായ പ്രശ്നത്തിന്റെ പേര് ശരത്ത് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും കാരണക്കാരിയല്ലേ. എനിക്ക് മാത്രമായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ട. എന്നോട് കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ ഒളിച്ചിരിക്കാതെ എന്റെ മുന്നിൽ വരാൻ അവനോട് പറ. എന്ത് ശിക്ഷയായാലും ഒരുമിച്ച് സഹിക്കാം. നാളേക്കുള്ളി അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്നെ ഒരിക്കലും കാണില്ല. എന്റെ അച്ചായിയാണ് ഞാൻ ചത്തുകളയും. ഇനി എനിക്ക് വയ്യ ഈ പേടിയും കൊണ്ട് നടക്കാൻ. ഇതാ വണ്ടി എൻ്റെ കാറാ. ഡ്രൈവറുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കിട്ടും. ഈ ഇൻസിഡന്റ് നടന്ന രാത്രി ഏതൊക്കെ കാർ എവിടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും? അതും ഈ കേസായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനാണ്? ഈ പൊന്നത്ത് ലൈൻ മിഡിൽ ക്ലാസ്സുകാരുടെ ഏരിയ. അവിടെ ഒരു കാശുകാരൻ്റെ വണ്ടി വരണമെങ്കിൽ കൈക്കൂലിക്കാരനായ CA കാണാൻ ആരോ ഒളിച്ചു വന്നു. അങ്ങനെ ആയിക്കൂടെ? എടോ, ഈ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാനാ. തൻ്റെ ഈ തിയറി ഒന്നും അവിടെ വർക്കാവില്ല. ഇതിപ്പോൾ 81-ലെ പാനൂർ സോമൻ കേസ് പോലെ ആവുമെന്നാണ് എൻ്റെ പേടി. CBIക്കാർ നിന്നും അന്വേഷിച്ച് കൊലപാതകമാണ് കണ്ടെത്തി. ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് KT തോമസ് സാറിൻ്റെ ബെഞ്ചിലെത്തിയപ്പോൾ ആത്മഹത്യയാണ് തെളിയും ചെയ്തത്. തോക്കുന്ന് വെടി പൊട്ടിയില്ലായിരുന്നു. അന്നേരം ഈ കാട്രിജിൻ്റെ അകത്തുള്ള മൊത്തം വെടിമരുന്ന് കത്തില്ല. ഈ കത്താത്ത വെടിമരുന്നിൻ്റെ തരികൾ വൂണ്ടിൻ്റെ ചുറ്റും സ്കിന്നിലുമായിട്ട് തറച്ചിരിക്കും. ഈ ഓംലെറ്റിൽ കുരുമുളക് പൊടി ഇട്ട പോലെ. താൻ ചിരിക്കല്ലടോ. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ ഇതിന് പെപ്പറിങ് തന്നെയാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ച് ബിനു അലക്സ് ആത്മഹത്യ ചെയ്താണെന്ന് കൊള്ളാവുന്നൊരു വക്കീൽ കോടതി കയറുമെന്ന് വാദിച്ചാൽ തൻ്റെ നിക്കറ് കയറും. വൂണ്ടിന് ചുറ്റും കുരുമുളക് പൊടി വട്ടത്തിലിട്ട പോലെ കറുത്തിരുന്നില്ലേ? ഉമ്മ വയ്ക്കുന്ന പോലെയല്ലേ തോക്ക് വെച്ചിരുന്നത്? പോയിന്റ് ബ്ലാങ്കിലും അല്ല. തോക്ക് മുട്ടിച്ച് വെച്ച് കോൺടാക്ട് ഷോട്ടിലാണ് വെടിവെച്ചിരിക്കുന്നത്. ബുള്ളറ്റ് കയറിപ്പോയ ട്രാക്കും സൂയിസൈഡ് സ്റ്റൈലാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് വെപ്പൻ്റെ മേലെ മരിച്ച ആളുടെ ഫിംഗർ പ്രിന്റ് മാത്രം. അപ്പോൾ സലാം. ഹലോ ഓക്കെ. നിങ്ങളിന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു സങ്കല്പിക്കും. ചെയ്യണ്ട, സങ്കല്പിക്കും. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്. നിങ്ങൾ ബെഡ്റൂമിൽ നിൽക്കുകയാണ്. നല്ല മെത്ത വരിച്ച കട്ടിലുണ്ട്, കസേരയുണ്ട്, ബീൻ ബാഗ്. നിങ്ങൾക്ക് അവിടെ കിടന്ന് റിലാക്സ്ഡ് ആയിട്ട് കാഞ്ചു വലിക്കും അല്ലേ? അതോ ആത്മഹത്യ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ പണിയുള്ള പോലെ തിടുക്കത്തിൽ നിന്നുകൊണ്ട് വെടിവെക്കൂ? ബിനുവിന്റെ ചെന്നി തുളച്ച് ബുള്ളറ്റ് ഭിത്തിയിൽ 6 അടി ഹൈറ്റിലാണ് കൊണ്ടേ എന്ന് വെച്ചാൽ അയാൾ നിന്നുകൊണ്ട് വെടിവെച്ചിട്ട് അയാൾ കസേരയിൽ ഇരുന്നു. അയാൾക്ക് അന്നേരം നിന്നുകൊണ്ട് വെടിവെക്കണമെന്ന് തോന്നി കാണും. താൻ ആത്മഹത്യയുമ്പോൾ ഇരുന്നിട്ട് വെടിവെച്ചടോ. താൻ ആ തമിഴിനെ അറസ്റ്റ് ചെയ്യും. തൻ്റെ എല്ലാ തിയറിയും വർക്കാവും. വലിയ ഡിഫൻസും ഉണ്ടാവില്ല. സ്ട്രോങ് മോട്ടീവും ഭാര്യയുടെ സാക്ഷി മൊഴിയും പ്രോസിക്യൂഷൻ സൈഡും ഓക്കെയാടോ. അത് ഓക്കെയാ. പക്ഷെ തമിഴിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? മോട്ടീവ് സ്വർണം മാത്രമല്ലെങ്കിലോ? രണ്ടും കൂടി നടുറോട്ട് കിടന്ന് ഷോ കാണിച്ചോണ്ടല്ലോ. ഇവനെ ആൾക്കാർ കണ്ട പണിയാവുന്നു. എടി, നിനക്ക് ഇവനോട് സംസാരിക്കണമെന്ന് ഞാൻ ബാക്കിൽ എങ്ങനെ മാറി സംസാരിക്കും. ബോധല്ലേ നിനക്ക്? സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ട് ഓരോന്ന്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്?
ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ ഉള്ളിൽ കരയുമായിരുന്നു. സത്യത്തിൽ താൻ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് അന്ന് രാത്രി ഞാൻ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ തമ്മിലുണ്ടായ ആ മൊമെൻറ്റ്, അത് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഇതൊക്കെ തന്നോട് തുറന്നു പറയണമെന്നൊന്നും. 2 മണി ആറായി, ഞാൻ ചെല്ലട്ടെ. സുജ, ഈ ദിവസം തീരുന്നതിന് മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നെ പിടിച്ചു നിർത്താൻ നമ്മുടെ അടുപ്പ് അറിഞ്ഞപ്പോൾ തൊട്ട് ട്രാവൽസിൽ നിഖിൽ സർ എന്നെ പ്രഷർ ചെയ്ത് തുടങ്ങിയതാണ്. അങ്ങേറ്റം ഒരു ബാഗ് സ്റ്റഫ്, കൊക്കെയിൻ മുമ്പ് ബിനു അലക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ച് അത് മറച്ചു വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. CI ക്വാർട്ടേഴ്സിലില്ലാത്ത ടൈം നീ വഴി അറിഞ്ഞ് അവിടെ കയറി ആ ബാഗ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിഖിൽ സാർ എനിക്ക് ആ മിനി കൂപ്പർ അന്ന് രാത്രി തന്നു. എടാ എന്താന്ന് വെച്ചാ പറയുന്നേ. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ്. അന്നേരം ആ ബിനു അലക്സ് കയറി വന്നുകൊണ്ട് തന്നോട് എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല. അയാളുമായിട്ട് ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയതാ. കുറേ ദൂരം ചെന്നപ്പോൾ ഇതിപ്പോ സംഗതി ഈസി ആയില്ലേ? നീ കയറി സ്റ്റഫ് എടുക്ക്. അയാളെ പിടിക്കുകയാണെങ്കിൽ നിനക്ക് അയാളുടെ കൊക്കെയിൻ ബിസിനസിന്റെ കാര്യം അറിയാന്ന് പറ. അയാളിപ്പോൾ എടുത്തോണ്ട് നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തരുന്നു. പൊന്നു മോനെ, വിട്ടുകളയല്ലേ. അയാൾ നാളെ എടുത്ത് മറച്ചു വെക്കുന്നതിന് മുമ്പ് നീ അതെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ നോക്ക്. അന്ന് രാത്രി ഞാൻ അവിടെ പോയത് ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോൾ തനിക്കൊരു പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാൻ നോക്കിയത്. അല്ലാതെ നീ അല്ലെങ്കിൽ പിന്നെ ആരാ? ആ തമിഴനാണോ? എനിക്കറിയില്ല സുജ.